ശരിക്കും ഞങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ ആണല്ലോ ഇതിങ്ങനെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല സന്തോഷമായി. കഷ്ടപ്പെടാതെ യാത്ര ചെയ്യാതെ ഒന്നും കഷ്ടപ്പെടാതെ ക്ലാസ് എടുക്കാനുള്ള അവസരം, നിങ്ങളുടെ ആ പ്രകാശമുള്ള നല്ല പ്രസരിപ്പുള്ള മുഖമൊക്കെ കാണുമ്പോ എനിക്ക് നല്ലൊരു സന്തോഷം കേട്ടോ. ദൈവം നമ്മെ എല്ലാരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് സഹായിക്കത്തക്ക രീതിയിൽ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് എന്നാ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാന് 1997 പോയി കോഴ്സ് കൂടിയപ്പോഴ്, അതും കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോട്ട് കിട്ടിയത്. ആ നോട്ടിനകത്ത് ഒരു വാചകമുണ്ട്, 3 സമ്മറീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട്, ദ ലോർഡ്സ് പ്രേയർ, ബിയാറ്റിറ്റ്യൂഡ്സ്, 7 ലാസ്റ്റ് വേഴ്സസ് ഓൺ ദ ക്രോസ്. അത്രയുമേ ഞങ്ങളുടെ കോഴ്സിനകത്തും അതിനകത്തും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്താണ് ഇതൊരു സെഷനാക്കി എടുത്തതെന്നും കൂടെ ഒന്ന് പറയുക കേട്ടോ. അപ്പോഴ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ 3 സംഗ്രഹ ചിത്രങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ, അതുപോലെ കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, പിന്നെ കുരിശിൽ വെച്ചുള്ള യേശുവിന്റെ അന്ത്യമൊഴികള്, 7 വാചകങ്ങള്, ഈശോയുടെ മരണം. അപ്പം അതൊക്കെ ദൈവരാജ്യം എന്താണെന്നുള്ള ധാരണ നമുക്ക് തരാൻ വേണ്ടി സഹായിക്കുന്ന സംഗ്രഹ ചിത്രങ്ങളാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ പഠനത്തിലൂടെയും ഡെവലപ്മെന്റിലൂടെയൊക്കെ വന്നതാണ് ഇപ്പൊ ഈ എടുക്കുന്ന ക്ലാസ്. ഞാനത് 1978 മുതലുള്ള പഠനമായിരിക്കും സുവിശേഷ ഭാഗ്യങ്ങൾ. അത് കാരണം അത് ധാരാളം പറയാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വിഷയമാണ്. അപ്പം നമ്മള് യേശുവിന്റെ കെറിഗ്മ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴ്, അതായത് നമുക്കറിയാം ഈശോ ഈ ലോകത്തിലോട്ട് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാൻ. അതുപോലെ ഈശോ പറഞ്ഞു, സമയം സമാഗതമായി, കെയ്റോസ്, ടൈം ഈസ് അറ്റ് ഹാൻഡ്, ഫുൾഫിൽഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഹിയർ അറ്റ് ഹാൻഡ്, ഇൻ യു, എമംഗ് യു, ആൻഡ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന മട്ടിലാണ് ഈശോ പറഞ്ഞതല്ലേ. അപ്പോൾ ഈശോ വന്നതോടുകൂടി ദൈവരാജ്യം ഇവിടെ വന്നു. ദൈവത്തിന്റെ പദ്ധതിയില് പറുദീസായില് ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിച്ച് പ്രപഞ്ചം ആകെ കൂടി നല്ല ഹാർമണി, നല്ല ബന്ധത്തില് ദൈവം മനുഷ്യരോടുകൂടി ഉലാക്കുന്ന ഒരു ശൈലിയില് ദൈവവും മനുഷ്യരും ഒന്നിച്ച് ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടുകൂടി ദൈവം പറഞ്ഞല്ലോ, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഇറങ്ങിയ 29:11 പറയുന്നുണ്ട്. അതുപോലെ എഫെസോസ്യർക്ക് ലേഖനത്തെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിന്നെ സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, അമ്മയുടെ ഉദരത്തിൽ വിസ്മരണീയമായി അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവം ആദിയിൽ ഇവിടെ സൃഷ്ടിച്ചു വെച്ച ആ പറുദീസ അനുഭവം, അത് പക്ഷേ ആ പങ്കാളിത്തം, അതൊക്കെ നിങ്ങൾ ഇവര് ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തോടുള്ള സഹകരണം, ദൈവമേ അവിടുത്തെ ഹിതം എന്താണെന്ന് അന്വേഷിച്ച് കൂടെ നിന്ന് ദൈവമനുഷ്യ പങ്കാളിത്തത്തോടുകൂടി ഡെവലപ്പ് ചെയ്യേണ്ട ദൈവരാജ്യം, ആ പങ്കാളിത്ത ഭാഗം മനുഷ്യൻ നോ പറഞ്ഞു. മനുഷ്യൻ എന്നിട്ട് സാത്താനോട് യേശു പറഞ്ഞു. അതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അനുസരണമുള്ള ദാസരെ പോലെ ആർക്കെങ്കിലും കൊണ്ട് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ സാത്താന്റെ അടിമത്തത്തിൽ മനുഷ്യവംശം, പിന്നെ ജനിക്കുന്നവരെല്ലാം പാപത്തോടെ പിറന്ന് അങ്ങനെ പറുദീസായിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയ കഥയൊക്കെ പറഞ്ഞില്ലേ. അതായത് ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ ഭക്ഷിച്ച് നിത്യമായി തകർന്ന ജീവിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് മനുഷ്യനെ ആ പറുദീസായിൽ നിന്ന് പുറത്താക്കിയതെന്നും, പിന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടി സഹകരണത്തിന് വേണ്ടി കാത്തു നിന്നാണ് അവസാനം കാലസമ്പൂർണത വന്നത്. അതായത് മനുഷ്യൻ പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായി ഒരു കുഞ്ഞുമേരിയിലൂടെ. മാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇത് നമ്മുടെ എല്ലാവരുടെയും റോളാണ്.
അതായത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്ത് ഇനിയും തുടർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2000 കൊല്ലം മുമ്പ് തന്നെ കെയ്റോസ്, ആ ക്രോണോസ് മാറി കെയ്റോസ് ഇവിടെ വന്നു. ഈശോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യം ഇവിടെ വന്നു. ഇനി ഈശോ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്ക്, മാനസാന്തരപ്പെടെ. നിങ്ങൾ ഈ ദൈവവചനത്തിൽ വിശ്വസിച്ച്, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിൽ, ദൈവത്തിന്റെ വെളിപ്പെടുത്തത്തിൽ വിശ്വസിച്ച് നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് വഴിയും സത്യവും ജീവനുമായ ഈശോയെ സ്വന്തമാക്കി ഈശോയിലൂടെ നമ്മൾ ആ ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളില്, ഈ ലോകത്തില് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ദൈവരാജ്യം നിങ്ങളിലാണ്, നിങ്ങളുടെ ഇടയിലാണ്. പിന്നെ ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അവസാനം പറഞ്ഞു വെച്ചത് അതൊരു നിരന്തര അതിശയമാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യം വാക്കുകളിലൂടെ പറഞ്ഞ് വിശദീകരിച്ചൊന്നും തരാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ രക്ഷകന്റെ മിഷനിൽ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു വാചകമുണ്ട്. രക്ഷകന്റെ മിഷൻ 12 പറയുകയാണ്. അവിടെ പറയുന്നത്, യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ ദൈവരാജ്യം പ്രകടിതമായി. ദൈവരാജ്യം ഒരു സങ്കല്പമല്ല, ഒരു സിദ്ധാന്തമല്ല, സ്വതന്ത്ര വ്യാഖ്യാനങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ഒരു പദ്ധതിയുമല്ല. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയായ നസറായൻ യേശുവിന്റെ മുഖവും നാമവുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ദൈവരാജ്യം. ഇതാണ് മറ്റെന്തിനേക്കാളും മുമ്പുള്ള സത്യം. അതുപോലെ 20ാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് രക്ഷകന്റെ മിഷൻ. ദൈവരാജ്യം ദൈവത്തിന്റെ ദാനവും അവിടുത്തെ പ്രവർത്തനവുമാണ്. ആ ദൈവരാജ്യം നമ്മൾ ചോദിച്ചു വാങ്ങണം. അതിന് നമ്മൾ സ്വാഗതമരളണം. നമ്മിൽ അത് വളരാൻ നാം അനുവദിക്കണം. മാത്രമല്ല സകല ജനങ്ങളും അതിനോട് സകല ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്യാനും സകലരിലും അത് വളരാനും നമ്മളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കണം. അങ്ങനെയാണ് രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിന്റെ കരുണയുടെയും ദൈവത്തിന്റെ കൃപയുടെയും ഫലമായി നമുക്ക് സൗജന്യമായിട്ട് മനുഷ്യർക്ക് തന്നിരിക്കുന്നതാണ്. നമ്മുടെ അധ്വാനം കൊണ്ടോ, നമ്മുടെ പരിശ്രമം കൊണ്ടോ, നമ്മുടെ യോഗ്യത കൊണ്ടോ, പുണ്യപ്രവൃത്തികൾ കൊണ്ടോ, പ്രാർത്ഥന, പരിത്യാഗം, അതുകൊണ്ടൊന്നും നേടിയെടുക്കാവുന്നതോ നേടിയെടുക്കേണ്ടതോ അല്ല. ദൈവം സൗജന്യമായിട്ട് നമുക്ക് തരുന്നതാ. കണ്ടു പറഞ്ഞില്ലേ? അതായത് വിരുന്നൊരുക്കിയതുപോലാണെന്ന്. കുറെ പേരെ വിളിച്ചവരൊക്കെ വേറെ പണിക്ക് പോയി. അവസാനം പറഞ്ഞു, നിങ്ങൾ തെരുവീതിയിലോട്ട് പോയിട്ട് കണ്ടവരെ ഒക്കെ വിളിക്കുക, എല്ലാരെയും വിളിക്കുക. പക്ഷെ വന്നു കഴിയുമ്പോൾ കല്യാണ വസ്ത്രം ധരിക്കണം. അപ്പൊ അവിടെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഇത് അങ്ങനെ സൗജന്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നമുക്ക് പണ്ടാരന്റെ പറയുന്നത് ഞാൻ കേട്ട് ഓർക്കുന്നുണ്ട്. God created man in his own image and likeness. Today, man creates God in his own image and likeness. നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ ചിന്താഗതികളും അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും നമ്മുടേതായ ശൈലിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കാരണം നമ്മുടെ വിചാരം നമ്മൾ ആരാണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പുണ്യം പ്രവൃത്തി ചെയ്ത് പ്രാർത്ഥന ചൊല്ലി നേടിയെടുക്കേണ്ടതോ നേടിയെടുക്കാവുന്നതോ ആണ് ദൈവരാജ്യം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അല്ല, നമ്മള് ഈശോ പറഞ്ഞില്ലേ, വഴിയും സത്യവും ജീവനും എല്ലാം ഞാനാ. എന്നെ ഒന്ന് വിശ്വസിച്ച് എന്നിലൊന്ന് പൂർണ്ണമായി ആശ്രയിച്ച് എന്റെ കൂടെ ഒന്ന് നിന്നാല് ദൈവരാജ്യം നിങ്ങളുടേതാകും. സോ സിമ്പിൾ, സോ ഈസി, ബട്ട് അസാധ്യം. പറഞ്ഞില്ലേ, സമ്പത്തും കൊണ്ടിരുന്നാല്, ലോകത്തിലെ കാര്യങ്ങൾ നേട്ടം കൊണ്ടിരുന്നാല് ദൈവരാജ്യം സ്വന്തമാക്കാൻ പറ്റില്ല. പണ്ട് പത്രോസ് ചോദിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, ദൈവമേ അങ്ങനെയാണെങ്കിൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്. ഈശോ പറഞ്ഞില്ലേ, ആർക്കും പറ്റില്ല പത്രോസേ, മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് എന്നൊന്ന് ഓർക്കാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ദൈവരാജ്യം എന്ന് പറയുന്ന സാധനം ഒരു രാജ്യമോ ഒരു ഭൂവിഭാഗമോ ഒരു സംഭവമോ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു രാജ്യമേ അല്ല. ദൈവത്തിന്റെ ഹിതം, റൈച്ചിയസ്നെസ് എന്നൊരു പ്രയോഗമുണ്ട്.
അതൊക്കെ വരുന്നുണ്ട്, നമ്മൾ വിശദീകരിക്കുമ്പോൾ വരാം. റൈറ്റ് റിലേഷൻഷിപ്സ്, ദൈവത്തിന്റെ ഭാവനയിൽ എല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ആ രീതിയിലെല്ലാം ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം, മനുഷ്യന്റെ രക്ഷ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പിന്നെ ബിയാറ്റിറ്റ്യൂഡ്സിനെ പറ്റി, സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് ദ എസൻസ് ഓഫ് ജീസസ് ലൈഫ് ഗിവിംഗ് ടീച്ചിങ്സ് എന്ന്. ഈശോയുടെ ജീവദായകമായ പഠനങ്ങളുടെ മുഴുവന്റെയും സത്തയാണ്. മലയിലെ ഗിരിപ്രഭാഷണത്തെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ സമ്മറി, സംഗ്രഹമാണ്. അതിന്റെ തുടക്കത്തിൽ വരുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ അതിന്റെ എസൻസ്, അതിന്റെ സത്തയാണ്. അപ്പം ഈ ബൈബിള് മുഴുവനും ദൈവവചനമാണ്. ഈ ദൈവവചനം മുഴുവനും ആരാ, എന്താ, എവിടെയാ, അത് ഈശോ എന്നുള്ള വ്യക്തിത്വം തന്നെയാണ്. ഈശോയുടെ വ്യക്തിത്വമാണ് ഉൽപ്പത്തി മുതല് വെളിപാട് വരെ കിടക്കുന്ന വെളിപ്പെടുത്തൽ മുഴുവനും. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമമൊക്കെ പുതിയ നിയമത്തിലേക്ക് ചൂണ്ടുപലകകളാണ്, പുതിയ നിയമത്തിൽ അതിന്റെയൊക്കെ പൂർത്തീകരണമാണ്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, അവിടെ ഒന്നും ചോദിക്കുകയില്ല, കൈ കഴുകിയില്ല, കാല് കഴുകിയില്ല, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് ഭക്ഷിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാരുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഈശോ എന്താ പറഞ്ഞത്? പുതിയ വീഞ്ഞ് പഴയ നൂൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാൻ പറ്റില്ല. ഈശോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പുതിയ വീഞ്ഞും കൊണ്ട് വന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ ഇല്ലാതാക്കാനല്ല, അതിന്റെ പൂർത്തീകരണത്തിനാണ് വന്നത്. എന്നിട്ട് അവസാനം ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രമാണം തരുന്നു. ഈ എല്ലാ പഴയ പ്രമാണങ്ങളെയും പഴയ നിയമത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ പ്രമാണം. അത് സ്നേഹത്തിന്റെ പ്രമാണമല്ലേ? ഈശോ പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, എല്ലാറ്റിനും ഉപരി ദൈവത്തെയും തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുക. സ്നേഹത്തിന്റെ പുതിയ പ്രമാണം, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പ്രമാണം. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടൊരു ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ മനുഷ്യരോടും ചെന്ന് പറ, ഇതാ ദൈവരാജ്യം വന്നു കഴിഞ്ഞു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്ന് എന്നെ അങ്ങോട്ട് ആനയിച്ചാൽ അകത്ത് പ്രവേശിക്കുകയും അവിടെ ദൈവരാജ്യം ആഘോഷിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിലാണ് ദൈവരാജ്യം എന്ന് ഈശോ നല്ല വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഈശോയെ വിശ്വസിക്കുമ്പോൾ, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഈശോ നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് കഴിഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചൊന്ന് ഏറ്റുപറഞ്ഞ്, അല്ലെ മാമോദിസ മുങ്ങി ഏറ്റുപറഞ്ഞ് ഈശോയെ രക്ഷകനും കർത്താവും മിശിഹായുമായിട്ട് സ്വീകരിച്ച്, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ഈശോയുടെ ജീവിതം എന്നിൽ, ഞാൻ നടക്കുന്നിടത്തെല്ലാം പുളിമാവ് പോലെ സ്വാധീനിച്ച് ദൈവരാജ്യം വളരും. അപ്പോൾ അങ്ങനെ വളരുന്ന ദൈവരാജ്യത്തിന്റെ സവിശേഷതകള് എന്തൊക്കെയാണെന്നാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അവിടെ പറഞ്ഞു വെക്കുന്നതിന്, ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. ബ്ലസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of God. ഈശോയിൽ വിശ്വസിച്ച് ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ പറയുന്ന സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മുടേതാകുമെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാണ്ട് ദാരിദ്ര്യാരൂപയും കൊണ്ട് നടന്നാൽ ദൈവരാജ്യം ഉണ്ടാക്കാവുന്നല്ല. ദൈവരാജ്യ അനുഭവം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ദാരിദ്ര്യാരൂപി ഉള്ളവരാകുമെന്നാണ്. എന്നിട്ട് തുടക്കം അങ്ങനെയല്ലേ, ദാരിദ്ര്യാരൂപിയുള്ളവർക്ക് ദൈവരാജ്യം അവരുടേതാണ്, കരയുന്നവർക്ക് ആശ്വാസം, ശാന്തശീലർക്ക് ഭൂമി, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി, കരുണയുള്ളവർക്ക് ദൈവത്തിന്റെ കാരുണ്യാനുഭവം, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, സമാധാന സ്ഥാപകർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതിന്റെ പേര് നമ്മൾ പീഡിപ്പിക്കപ്പെടും. ദൈവരാജ്യം, അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞ് തുടങ്ങി ദൈവരാജ്യം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു പഠനമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനിടയ്ക്ക് പറയുന്നതെല്ലാവും ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ തന്നെയാണെന്നാണ് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതായത്
ദാരിദ്ര്യാരൂപി, ആത്മാവിൽ ദരിദ്രരായവർ ദൈവരാജ്യം, പീഡിപ്പിക്കപ്പെടുന്നവർ ദൈവരാജ്യം. ഇടയ്ക്ക് വരുന്നത് കരയുന്നവർ ആശ്വാസം, ശാന്തശീലർ ഭൂമി, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി, കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും, ഹൃദയശുദ്ധിയുള്ളവർക്ക് മക്കളെന്ന് വിളിക്കപ്പെടും, ദൈവത്തെ കാണാൻ പറ്റും, സമാധാന സ്ഥാപകർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഈ പറയുന്നതെല്ലാം ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് എന്നൊന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അനുഭവമാണ് രണ്ടാമത്തെ വശത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ദൈവരാജ്യം ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലായിട്ടുണ്ടോ? ജനിച്ചും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മാമോദിസ മുങ്ങിയവരാ, ഇല്ലേ? മാമോദിസ മുങ്ങിയവരെ നമ്മുടെ ഉൽപ്പപാപം കർമാപം എല്ലാം പോയവരാ. എന്നിട്ട് ഇന്നും നമ്മള് ഈ ദൈവരാജ്യ അനുഭവത്തിലാണോ എന്നൊന്ന് പരിശോധിക്കാൻ ഈ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നൊന്ന് നോക്കുന്നത് സഹായിക്കും. അപ്പോൾ ഈ ദൈവരാജ്യ അനുഭവം ഉള്ളവരുടെ സ്വഭാവ സവിശേഷതകളായിരിക്കും ദാരിദ്ര്യാരൂപി, കരയുന്നവര്, ശാന്തശീലം എന്ന് പറയുന്ന 8 കാര്യങ്ങൾ. അപ്പൊ ദൈവരാജ്യത്തിന്റെ അനുഭവമുള്ളവരുടെ സ്വഭാവ സവിശേഷതകളാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇത് യേശുവിന്റെ വ്യക്തിത്വം തന്നെയാ. പറഞ്ഞല്ലോ, ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു സങ്കല്പമല്ല, ഒരു പ്രസ്ഥാനമല്ല, ഇതൊന്നൊക്കെ മാർപ്പാപ്പ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അതൊരു വ്യക്തിയാണ്, നസറത്തിലെ യേശു. നമ്മൾ യോഹന്നാൻ പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, 1 യോഹന്നാൻ 2:6 അവിടെ പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പറഞ്ഞത് നിങ്ങളെ കാണുന്നവർ എന്നെ കാണണം. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കിയ നമ്മളെ ഓരോരുത്തരെയും കാണുകയും ഇടിക്കുകയും ഒരിടത്ത് അടിക്കുകയും പിടിച്ചു പറിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈശോയെ നമ്മളിൽ കാണാനാകണമെന്ന് ഈശോ പല രീതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വഭാവ സവിശേഷതകള് നമ്മളിലുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ ആ 8 കാര്യങ്ങളെ നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞതാണ്, തിരിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്ക് തോന്നുന്നു. പിന്നെ മാർപ്പാപ്പന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപി കൂടാതെ നമുക്ക് ഇവിടെ ദൈവരാജ്യം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്നാന്നറിയാവോ? അതായത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ പറഞ്ഞൊരു വാചകമുണ്ട്, ദ ബിയാറ്റിറ്റ്യൂഡ്സ് ഷുഡ് ബി ദ പ്രോഗ്രാം ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞാല് ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ വ്യക്തിത്വം നമ്മളിൽ വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ കാര്യപരിപാടി ആകണം. ഓഫ് ദ മിഷനറി ഡിസൈപ്പിൾസ്. നമ്മളൊക്കെ പ്രേക്ഷിത ശിഷ്യരാണല്ലോ. മാമോദിസ മുങ്ങിയവരൊക്കെ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരും പ്രേക്ഷിതരുമാണ്. അപ്പൊ പ്രേക്ഷിത ശിഷ്യരുടെ ജീവിതത്തിന്റെ പരിപാടി, പ്രോഗ്രാം ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ വ്യക്തിത്വം നമ്മളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എന്ന് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് വെറുതെ കാര്യം മനസ്സിലാക്കി thesis എഴുതി സർട്ടിഫിക്കറ്റ് മേടിക്കാനോ അവാർഡ് മേടിക്കാനോ ഒന്നും അല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. അപ്പൊ ഇനിയും അതിനെ സമയപരിമിതി കൊണ്ട് ഓടിച്ചൊന്ന് പറയാൻ നോക്കുക. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാല് പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ അരൂപി, ദോസ് ഹു ഹാവ് ദ സ്പിരിറ്റ് ഓഫ് പോവർട്ടി എന്നാണ് കേട്ടോ. അല്ലാണ്ട് സ്പിരിറ്റ് ഇല്ലാത്തവരുന്ന പുവർ അങ്ങനൊന്നും അല്ല. അതായത് ഈ ഒന്നിനോടും അള്ളിപ്പിടുത്തവും തള്ളിപ്പറച്ചിലും ഇല്ലാത്ത, നോ അറ്റാച്ച്മെന്റ് ആൻഡ് നോ അവേർഷൻ ഫോർ എനിത്തിങ്. ജീവിതത്തിൽ എന്ത് വന്നാലും ഓക്കെ ഇതൊന്നും അല്ലല്ലോ. നമ്മുടെ ലോകം ഇവിടെയല്ല, സ്വർഗത്തിലല്ലേ. നമ്മുടെ പിതാവ് ദൈവമല്ലേ. നമ്മൾ ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മൾ പരസ്പരം സഹോദരരല്ലേ. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. നേടാനും ഒന്നുമില്ല, നഷ്ടപ്പെടാനും ഒന്നുമില്ല. നേടാനും നഷ്ടപ്പെടാനും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു വലിയ ഇന്നർ ഫ്രീഡം ഉണ്ടാകും, ഒരു വലിയ ആന്തരിക സ്വാതന്ത്ര്യം. ഈ ആന്തരിക സെൽഫിഷ്നെസ് കൊണ്ടാണ് കേട്ടോ ഇതൊന്നും ഇല്ലാതിരിക്കുന്നത്. നമ്മളൊക്കെ കുറെ തെറ്റിദ്ധാരണകളും ഈ
ഈശോ പറഞ്ഞില്ലേ ഒരിക്കല്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്നതാ? അവിടുത്തെ വചനമാണല്ലോ സത്യം. ഓരോ ദിവസം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ദാനമാണെങ്കിൽ പിന്നെ ദാനമല്ല എന്നുകൊണ്ട് നിങ്ങൾ എന്തിനാ ആഗ്രഹിച്ച് നടക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാല് ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം നമുക്കറിയാം. നമ്മുടെ ജീവൻ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ജീവൻ ദൈവത്തിന്റെ സൗജന്യ ദാനമാണെങ്കിൽ ജീവിതത്തെ പറ്റി പറയണോ? നമ്മുടെ മാതാപിതാക്കളോ കുടുംബമോ അറിവോ കഴിവോ ആരോഗ്യമോ പൊസിഷനോ എന്തുണ്ടെങ്കിലും അതിന്റെ പുറകെ വന്ന ദൈവത്തിന്റെ സൗജന്യദാനമാണ്. പിന്നെ ഈ ദാനങ്ങളൊക്കെ കർത്താവ് തന്നിരിക്കുന്നത് എന്തിനാ? ഈ ലോകത്തിൽ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ ലോകത്തെ ദൈവരാജ്യമാക്കി പടുത്തുയർത്താൻ ദൈവത്തോട് കൂടി ചേർന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാ. ആദിമാതാപിതാക്കന്മാരെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞില്ലേ, ഇതിനെയൊക്കെ പരിപാലിക്കാനും വികസിപ്പിക്കാനും വളർത്താനും ഇതാ നിങ്ങളെ ഞാൻ വരവേൽപ്പിക്കുന്നു. പക്ഷെ പദ്ധതി എന്റെ മനസ്സിലാ, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കണം, ദൈവമേ ഇതെന്തിനാ, ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് നിരന്തരം അന്വേഷിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ട കൃപയും സഹായവും സപ്പോർട്ടും ഒക്കെ തരും. സ്വീകരിച്ച് നമുക്ക് ഒന്നിച്ച് പണിയാമെന്ന് പറഞ്ഞ അതിനൊരു വലിയ സന്തോഷമുണ്ട്. മക്കളായിട്ട് ദൈവത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതെല്ലാം പണിയുമ്പോൾ കാര്യങ്ങൾ വികസിച്ച് വരുമ്പോൾ നമുക്കൊരു സന്തോഷം. ആ സന്തോഷം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഓർത്തിട്ടാ ദൈവം ഈ പാർട്ട്ണർഷിപ്പിലുള്ള ദൈവരാജ്യ പടുത്തുയർത്തലിനെ വെച്ച് തുടക്കത്തിൽ തന്നെ അതൊക്കെ ഇവര് വിശദീകരിക്കുന്നു പിന്നീട് കേട്ടോ, വരച്ചൊക്കെ കാണിച്ചു തരും. അതായത് മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ സ്വപ്നത്തിലെ സംവിധാനം എല്ലാ തരത്തിലും, വ്യക്തികളാണെങ്കിലും കുടുംബമാണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇടവകയാണെങ്കിലും സഭയാണെങ്കിലും ജോലി സാഹചര്യമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിന്റെ സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകുക, അതിവിടെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ കുറെ കാര്യങ്ങൾ അതിനാവശ്യമുള്ളത് കൊടുത്തിരിക്കുക. നമുക്ക് തന്നിട്ടുള്ള കഴിവുകളും അറിവുകളും കൃപകളും വരങ്ങളും ദാനങ്ങളും സ്വാധീനങ്ങളും എല്ലാം ഈ പടുത്തുയർത്തലിന് വേണ്ടി സഹകരിച്ച് പടുത്തുയർത്താൻ വേണ്ടി നമ്മളെ ലഭിച്ചതാണ്. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇവിടെ ശരിക്കും സമഗ്ര വികസനം പുരോഗതി ഉണ്ടാകുക. ഈ സമഗ്ര വികസനം ഉണ്ടാകണമെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കാനാകണമെങ്കിൽ പരസ്പര സ്നേഹം ഉണ്ടാകണ്ടേ, സ്നേഹിക്കാനാകണമെങ്കിൽ എല്ലാവരും മഹത്വമുള്ളവരും തുല്യരാണെന്നുള്ള ബോധം വരണം. ഈ തുല്യതാബോധം വരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളും നമ്മളെല്ലാവരും ദൈവത്തിന്റെ കുടുംബവും ഈ ഭൂലോകം മുഴുവൻ നമുക്കുള്ള പൊതു സമ്പത്തുമാണെന്നുള്ള ബോധം വരണം. ഇത് വരണമെങ്കിൽ സുവിശേഷ പ്രവർത്തനം നടക്കണം. അപ്പോൾ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ മേഖല സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള ഈ പ്രഘോഷണം. നിങ്ങളിത് പ്രഘോഷിച്ചാൽ മതി. അതല്ല ഈശോ ഒരിക്കൽ പറഞ്ഞത്, ദൈവത്തിന്റെ രാജ്യവും നീതിയും ഒന്നാമതായി നിങ്ങൾ അന്വേഷിക്കേ, നിങ്ങൾ അത് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അതിന്റെ ഫലമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ശരിക്ക് വിശ്വാസവും മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സക്കൈവസിനെ പറ്റിയതുപോലെ സെമറിയാക്കാരി സ്ത്രീക്ക് പറ്റിയതുപോലെ ഒത്തിരി പേർക്ക് പറ്റിയില്ലേ, അസിസി പുണ്യവാന് പറ്റി, മദർ തെരേസയ്ക്ക് പറ്റി. അവരൊക്കെ സത്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വിട്ടിട്ട് അവരുടെ ശൈലി മാറി. ഇതുപോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലും വരും. അപ്പോഴേ ദാരിദ്ര്യ അരൂപി എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാല് ഇതൊന്നും എന്റേതല്ല, ദൈവം സൗജന്യമായി തന്നെ ഒരു പണിക്ക് വേണ്ടി ഏൽപ്പിച്ച, ഞാൻ ഇതിന്റെ കസ്റ്റോഡിയൻ, ഞാൻ ഇതിന്റെ സ്റ്റ്യൂവാർഡ്, ഇത് ഞാൻ കൈകാര്യം ചെയ്യാൻ കാര്യസ്ഥത മാത്രം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഞാനും എനിക്കുള്ളതെല്ലാം തമ്പുരാന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ അർപ്പിക്കുമ്പോഴാണ് ഇവിടെ ദൈവരാജ്യം വരിക. ഈ ദൈവരാജ്യ അനുഭവം വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ സമർപ്പിക്കുകയും ചെയ്യും. അത്യാവശ്യം തിരിഞ്ഞെന്ന് തോന്നല്ലേ, ഇനി ബാക്കി പറയാൻ നേരം കിട്ടുകയില്ല. അപ്പോൾ ദാരിദ്ര്യ അരൂപിയുള്ളവർ അനുഗ്രഹീതർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യ അനുഭവം അവർക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഈ രണ്ടാമത്തെ, ദാരിദ്ര്യ അരൂപിയുള്ളവര് കരയുന്നവരായിരിക്കുമെന്നാണ് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം. വിലപിക്കുന്നവർ അനുഗ്രഹീതർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ ആശ്വാസം എന്താണെന്ന് അനുഭവിച്ചവരാണ്. അതായത് ദൈവം കൊണ്ടുവരുന്ന ആശ്വാസം, ആ ആശ്വാസം കംഫർട്ട്
എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് ശോ, ഞാൻ അനുഭവിച്ച ഈ ആശ്വാസം എല്ലാവർക്കും വേണമല്ലോ എന്ന് ഓർക്കുമ്പം നമ്മള് എനിക്കും ഇത് കിട്ടുന്നില്ല, മറ്റുള്ളവർക്കും ഇല്ലല്ലോ എന്നുള്ള തിരിച്ചറിവ്. അപ്പം എന്റെ ജീവിതത്തിലെ നിസ്സഹായത, പാപാവസ്ഥ, സിൻ ആൻഡ് വീക്ക്നെസ്സസ് ഇൻ മൈസെൽഫ് ആൻഡ് ദ സഫറിങ് എറൗണ്ട്, എന്നിലും ചുറ്റുപാടുമുള്ള വേദനകളെ, പെയിൻ ഇൻ മീ ആൻഡ് എറൗണ്ട്, അവിടെയുള്ള വേദനകള്, സഹനങ്ങള്, ദുഃഖങ്ങള്, ഇതൊക്കെ കണ്ടിട്ട് ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കുന്നവർ, പ്രത്യുത്തരിക്കുന്നവര്. അപ്പം കരയുന്നവർ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് മോർണിംഗ് ആണ്, ക്രിയാത്മകമായിട്ടുള്ള കരച്ചില്. അതായത് നമ്മളെ എല്ലാ യാഥാർത്ഥ്യങ്ങളെ എല്ലാം നോക്കിക്കണ്ടിട്ട് ആ യാഥാർത്ഥ്യങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് ശരിക്ക് എന്നിലുള്ള പാപാവസ്ഥയെ പറ്റിയുള്ള ബോധം വരുമ്പോൾ ഞാൻ പശ്ചാത്തപിക്കും, കുമ്പസാരിക്കും. ആ പാപത്തിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് ഓവർകം ചെയ്യാൻ വരെയുള്ള വഴി തേടും. ചുറ്റുപാടുമുള്ള സഹനങ്ങൾ കാണുമ്പോൾ അവരുടെ വേദനകളില് നമ്മൾ ക്രിയാത്മകമായിട്ട് അവരെ സഹായിക്കാൻ, അവർക്ക് എല്ലാ തരത്തിലുള്ള ആശ്വാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാകും. മദർ തെരേസ പണ്ട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അതായത് ഗിവ് ടിൽ ഇറ്റ് ഹേർട്സ് എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞ വേറൊരു വാചകമുണ്ട്, അതായത് ബ്രോക്കൺ ഹീലേഴ്സ്, മുറിവേറ്റ സുഖപ്പെടുത്തലുകാര്. നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നിട്ട് നമ്മുടെ മുറിവുകളും രോഗങ്ങളും മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല. നമ്മള് രോഗികളും മുറിവേറ്റവരും ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുറിവ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ മറ്റുള്ളവരുടെ മുറിവും വെച്ച് കെട്ടാനുള്ള സന്നദ്ധത. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ശ്രമിക്കുന്നവരും മനസ്സിലാക്കുന്നവരും അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വേദനകളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ക്രിയാത്മകമായിട്ട് ക്രിയേറ്റീവ് കമ്പാഷൻ, നമ്മൾ കരയുക, നമ്മൾ ക്രിയാത്മകമായി ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്ക് എനിക്കും സമാധാനം, അവർക്കും സമാധാനം. ഒരു പറച്ചിലുണ്ട്, അതായത് മനം നൊന്ത് കരയുന്നവർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാനാവുള്ളെന്ന്. അപ്പോൾ എന്റെ പാപാവസ്ഥയെയും നിസ്സഹായസ്ഥയെയും കുറിച്ചുള്ള ആഴമേറിയ പശ്ചാത്താപവും അതിന് പരിഹാരം ചെയ്യാനുള്ള ശ്രമവും ചുറ്റുപാടുമുള്ള സഹനങ്ങൾ കണ്ടിട്ട് അതിന്റെ പേരിലുള്ള കരച്ചിലും, അങ്ങനെ മനം നൊന്ത് കരയുമ്പോഴാണ് നമുക്ക് ഹൃദയം തുറന്ന് ചിരിക്കാനാകത്തക്ക വിധത്തിലുള്ള സമാധാനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. കരയുന്നവർ അനുഗ്രഹീതർ, എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസം കൊണ്ടുവരും. മൂന്നാമത്തേത് ശാന്തശീലർ അനുഗ്രഹീതർ, ബ്ലെസ്സഡ് ആർ ദ മീക്ക് ഫോർ ദേ ഷാൽ ഇൻഹെരിറ്റ് ദ എർത്ത് എന്നാണ്. ഇൻഹെരിറ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് അബ്രാഹത്തോട് പറഞ്ഞില്ലേ, കാനാൻ ദേശം തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത നാട് നിനക്കും നിന്റെ സന്തതികൾക്കും തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറക്കിക്കൊണ്ട് പോയത്. വാഗ്ദത്ത നാട് ദൈവരാജ്യത്തിന്റെ, സ്വർഗത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ഭൂമി അവകാശമാക്കുമെന്ന് പറയുമ്പോൾ അതും ദൈവരാജ്യം തന്നെയാണ്. അപ്പോഴ് ശാന്തശീലം എന്ന് പറഞ്ഞാല് ഇതെല്ലാം ദൈവത്തിൻ്റെത്, എല്ലാവരും ദൈവത്തിന്റെ മക്കള്, നമ്മളെല്ലാം പരസ്പരം സഹോദരര്, നമുക്ക് എല്ലാവർക്കും ഉള്ളതും ഇല്ലാത്തതും എല്ലാവർക്കും ഉള്ളതാ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമുക്ക് നേടാനും ഒന്നുമില്ല, നഷ്ടപ്പെടാനും ഒന്നുമില്ല, പിടിച്ചെടുക്കാനും ഒന്നുമില്ല. വല്ലവരും പിടിച്ചുകൊണ്ട് പോയാൽ പോട്ടെ. അപ്പം ആ രീതിയിൽ സെയിന്റ് ബേസിൽ ഒരിക്കൽ പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നറിയാവോ, വാട്ട് യു കീപ് ബിലോങ്സ് ടു ദ നീഡി. ഇന്നത്തെ നിന്റെ ആവശ്യത്തിൽ കവിഞ്ഞ് ഇന്ന് നിന്റെ കൈവശം ഇരിക്കുന്നതൊക്കെ ഇന്ന് ആവശ്യത്തിലിരിക്കുന്ന നിന്റെ സഹോദരർക്ക്, കുടുംബാംഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നേ. അപ്പൊ പിന്നെ അവര് പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ശാന്തതയോടെ നിന്നാ പോരെ. അയ്യോ, എന്റെ കയ്യിൽ ഇരുന്നത് ഞാൻ അവരെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റാതെ പോയത്, അവര് പിടിച്ചു പറിച്ചുകൊണ്ട് നന്നായി, ദൈവമേ സ്തുതി എന്ന് പറഞ്ഞാൽ പോരെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ശാന്തതയോടെ നമുക്ക് എല്ലാത്തിൻ്റെയും ആത്മസംയമനം. മീക്കെന്ന് പറയുമ്പോഴ് അൺഅഗ്രസീവ് അണ്ടർ പ്രൊവോക്കേഷൻ എന്നൊക്കെ പറയുന്നേ. അതായത് പ്രകോപനങ്ങൾ, നമുക്ക് അസ്വസ്ഥമാക്കാവുന്ന പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിന്റെ മുമ്പിലൊക്കെ ആക്രമണാസക്തമാകാതെ, അൺഅഗ്രസീവ് അണ്ടർ പ്രൊവോക്കേഷൻ, ഒട്ടും ആക്രമണാസക്തരാകാതെ അവിടെയൊക്കെ ശാന്തതയോടെ ആത്മസംയമനത്തോടെ എല്ലാത്തിനെയും നോക്കിക്കണ്ട്, ദൈവമേ ദൈവത്തിൻ്റെതല്ലേ, നമ്മളെല്ലാം കുടുംബമല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ, പാവം അവർക്കില്ലാഞ്ഞിട്ടല്ലേ, അല്ലെ അവർക്ക് ബോധമില്ലാഞ്ഞിട്ടല്ലേ, അവർക്ക് സ്നേഹം കിട്ടാഞ്ഞിട്ടല്ലേ, ആരെ സ്നേഹിക്കാനാവാത്തതുണ്ടോ അവർക്കൊക്കെ
സ്നേഹം വേണ്ട വിധത്തിൽ കിട്ടാതെ പോയത് കൊണ്ടാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുതല് ഇന്ന് വരെ അവൾ വളർന്നു വന്ന വഴിയില് അവർക്ക് ലഭിക്കേണ്ട സ്നേഹം, അവർക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും അവർക്ക് കിട്ടാതെ പോയത് കൊണ്ടുള്ള മുറിവേറ്റ വ്യക്തിത്വമായതുകൊണ്ടാണ് ഇന്ന് അവരൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അയ്യോ പാവം, അതിന് ഇതുവരെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, എന്നാൽ ഞാനെങ്കിലും സ്നേഹിച്ചേക്കാം എന്നോർത്ത് ഒരു ചേട്ട് തടിക്കുന്നവന് മറ്റേ ചേട്ട് കാണിച്ചു കൊടുക്കാൻ ഉള്ള സന്നദ്ധത നമുക്ക് വരുമ്പോഴാണ് മീക്ക്, ശാന്തശീലൻ. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ് കേട്ടോ. എല്ലാം മേസ് കൂടി നിൽക്കുക എന്നുള്ളതല്ല. ഈശോയുടെ വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ പറയും, ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് ആൻഡ് ദ ലയൺ ഓഫ് ജൂദ. ഈശോ ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടാ. അവന്റെ സ്വരമാരും കേട്ടില്ല, രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആളിനെ പോലെ അവൻ മിണ്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞാലും വെളിപാട് 5 പറയുന്നുണ്ട് ജൂദായുടെ സിംഹം. നമുക്കറിയാം ഈശോയുടെ ആ ദേവാലയത്തില് തോന്നിയാസം കാണിച്ചവരെയൊക്കെ ചാട്ടുമാരെടുത്തതൊക്കെ ഓർക്കുന്നില്ലേ? അതുപോലെ കപട ഭക്തരെ, നീ വഞ്ചരേശ്വര എന്നൊക്കെ പറഞ്ഞ ഈശോയുടെ വാക്കുകളും ആ കുറുക്കനോട് നിങ്ങൾ എന്ന് പറയാനൊക്കെ പറഞ്ഞതും ഈശോ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് വളരാനുള്ള ആ ഒരു ധീരതയും അതേസമയം ആവശ്യമുള്ളിടത്ത് വിട്ടുകൊടുക്കാനുള്ള ആ ഒരു വിനീത എളിമയും ഇതെല്ലാമുള്ള കുഞ്ഞാടും സിംഹവും ഈ മീക്ക്നെസിന്റെ ശാന്തശീലത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ഈശോ അതൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. പിന്നെ 4-മത്തേത്, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. എന്തുകൊണ്ടെന്നാൽ അവർ സംതൃപ്തരാകുന്നു. ഈ ലോകത്തിൽ ജീവിതത്തിൽ യഥാർത്ഥ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് കേട്ടോ. റൈറ്റിയസ്നെസ്, ബീയിങ് റൈറ്റ്ലി റിലേറ്റഡ്, എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നീതി എന്ന് പറയുന്നത്. പറയല്ല, ജസ്റ്റിസ് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന കൊടുക്കുകയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിലിരിപ്പ്, ദൈവത്തിന്റെ സ്വപ്നം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാല് പാഷനേറ്റ് എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഒരു ആവേശം, ഒരു തീവ്രത, ഒരു തീക്ഷ്ണത. എന്തിന്? ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണ്, അതിവിടെ വരണം, അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ദാഹത്തോടെ തീക്ഷ്ണതയോടെ ദൈവഹിതം അന്വേഷിക്കുന്നതിനായിട്ട് സമർപ്പിക്കുകയും ആ തിരിച്ചറിയുന്ന ദൈവഹിതം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന പാഷനേറ്റ്ലി റൈറ്റ്യസ് ആയിട്ടുള്ള മനുഷ്യര്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോൾ ആർക്കെങ്കിലും യഥാർത്ഥ സംതൃപ്തി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി നേരെ അല്ലാത്തത് കൊണ്ടാണ്. അതായത് ദൈവഹിതം ഇവിടെ വരാൻ വേണ്ടി, ദൈവഹിതം അന്വേഷിക്കുകയും അതിവിടെ കൊണ്ടുവരാൻ വേണ്ടി അർപ്പിതരാകുകയും ചെയ്യുന്ന ഒരു തീക്ഷ്ണത, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള, ഈശോയ്ക്ക് വേണ്ടിയുള്ള, ദൈവത്തിന് വേണ്ടിയുള്ള, ലോകത്തിന് വേണ്ടിയുള്ള ഒരു അർപ്പണം. അതാണ് നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവര്. അപ്പൊ ദൈവഹിതം നമ്മളിങ്ങനെ തേടുമ്പോഴ് ദൈവം എന്താ പറയുന്നത്? ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യൂ, അല്ലേ? അതായത് കരുണ കാണിക്കാൻ ഈശോ പറയുക, ദൈവം പറയുക. നമ്മുടെ ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിന്നോട് എങ്ങനെ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുക. മത്തായി 25 പറയുന്നില്ലേ? അതായത് ഞാൻ വിശക്കുന്നവനായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, രോഗിയായിരുന്നു, എല്ലാം പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ പക്കൽ നിങ്ങൾ വരികയും നിങ്ങൾ എന്നെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതാ സ്വർഗരാജ്യം. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കുറെ പ്രാർത്ഥന ചൊല്ലിയാലും കുറെ പുണ്യപ്രവൃത്തികളിലൂടെയും ജീവിതത്തിൽ കുറെ വിശുദ്ധി ഉള്ളത് കൊണ്ടും കുറെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടും നേടിയെടുക്കാവുന്നതല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. മത്തായി 7 പറയുന്നുണ്ടല്ലോ, 21 മുതലുള്ളത്. അന്ന് കഥ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ വന്നതുകൊണ്ട് മുട്ടിക്കൊണ്ട് വിളിക്കും, കർത്താവേ കർത്താവേ തുറന്നു തരണേ. ഞങ്ങൾ അവിടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു, സുവിശേഷം പ്രസംഗിക്കാൻ പോയതായിരുന്നു, അവിടെ രോഗിയെ കൊണ്ടുപോയതായിരുന്നു എന്ന് പറഞ്ഞ് വന്ന് മുട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ സൽപ്രവൃത്തികൾ കൊണ്ടല്ല ദൈവരാജ്യം നമ്മുടേതാകുക, മറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണെന്നൊക്കെ ഇനി പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം കരുണയുള്ളവർ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിന്റെ ഭാവം തന്നെ ഒരു ലിസണിങ്, ഒരു സെനഡാലിറ്റി, ഒരു കാരുണ്യം, ആ
അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ മനുഷ്യർക്ക് അത് തോന്നണം. അപ്പം ആ ഒരു കാരുണ്യവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു ശ്രവണവും മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു സന്നദ്ധതയും അറിയുന്ന കാര്യങ്ങൾക്ക് പ്രത്യുത്തരിക്കാനുള്ള ഒരു മനോഭാവവും ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പൊ കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും. പിന്നെ ഹൃദയശുദ്ധിയുള്ളവര്, ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാല് കോംപ്രിഹെൻസീവ്ലി പ്യുവർ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാല്, അതായത് സമഗ്രമായ ഒരു വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ക്ലിയർ. അവർ ദൈവത്തെ കാണുമെന്നാ പറഞ്ഞത്. ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഗീതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മള് അട്രാക്റ്റഡും ഡിസ്ട്രാക്റ്റഡും ആവില്ല. വഴിയോര കാഴ്ചകൾ കണ്ട് കണ്ട് വഴിയെ കണ്ടതെല്ലാം വാരിക്കൂട്ടി എടുത്തുകൊണ്ട് പോകാനും പറ്റുക, ഇട്ടിട്ട് പോകാനും പറ്റാതെ മിശ്രമമാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവനവൻ അന്നന്ന് ആവശ്യത്തിന് ഉള്ളത് മാത്രം മതി. ഒന്നും വാരിക്കൂട്ടിയൊന്നും പോകാതെ എല്ലാം ഹൃദയശുദ്ധിയോടെ ഫോക്കസ് തെറ്റാതെ തമ്പുരാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്, വ്യത്യസ്ത കാര്യങ്ങളല്ല. അങ്ങനെ ലക്ഷ്യബോധത്തോടെ മുൻഗണനകളോടുകൂടി, അതായത് ഞാൻ ബോംബെയിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു അച്ഛൻ എനിക്ക് വിശദീകരിച്ചെന്ന് പറയായിരുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർജന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ നോക്കണം, അർജന്റ് ആണോ ഇമ്പോർട്ടൻ്റ് ആണോ, ഇതിലേതാ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, ഒന്നും അല്ലാത്തത് വേറെ ഉണ്ടോ. അപ്പം ഈ എല്ലാ അർജന്റ് കാര്യങ്ങളും മൈൻഡിങ് ടു ദ അർജന്റ് വി വിൽ ഫോർഗെറ്റ് മെനി ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്നാ പറഞ്ഞത്. എന്നും അർജന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻറ്റ് വിട്ടുപോകുക. അത് വരരുത്. അത് വരാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാട് തമ്പുരാന്റെ മുഖത്ത് നോക്കി ദൈവമേ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ സമർപ്പിതരാകുമ്പോൾ നമുക്ക് മുൻഗണനയോടുകൂടി പ്രയോറിറ്റൈസിയോടുകൂടി ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ആയിട്ട് ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴേക്ക് സമാധാന സ്ഥാപകരാകും. നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത് കൊണ്ട് നാം ഇവിടെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, ഈശോയുടെ ജീവിതം ജീവിക്കുക. ഈശോ ഇവിടെ വന്നത് ഈ സമാധാനം, ഈശോ പറഞ്ഞില്ലേ, ലോകത്തിന് തരാനും എടുത്തു കളയാനും പറ്റാത്ത സമാധാനം ഞാനിത് നിങ്ങൾക്ക് തരുന്നു. ഈശോ അതിവിടെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നത് അവിടെ ഇരിക്കുക. നമ്മളൊക്കെ അതങ്ങോട്ടൊന്ന് വാങ്ങിച്ചെടുത്ത് മറ്റുള്ളവരുടെ അടുക്ക കൊണ്ടുപോയി നിങ്ങൾ ഇത് വാങ്ങിച്ച് സ്വന്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കളായിട്ട് എല്ലാവരും ദൈവമക്കളായിട്ട് തിരിച്ചറിഞ്ഞ് നമ്മളങ്ങോട്ട് ജീവിച്ചു വരുമ്പോഴേക്ക് എന്തൊരു രസമില്ലേ, ശലോം, ആ ഒരു വലിയ സമാധാനം, ആ ഒരു സുസ്ഥിതി നമ്മുടെ അനുഭവമാകും. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ മൂല്യങ്ങൾക്കും ശൈലികൾക്കും നേരെ എതിരായിട്ട് നമ്മൾ പോകും, അല്ലേ? അങ്ങനെ പോകുമ്പോൾ വി വിൽ ബി റിജക്റ്റഡ് ആൻഡ് വി വിൽ ബി പെർസിക്യൂട്ടഡ്. അപ്പൊ ഇങ്ങനെ സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിത്വം വിൽ ഷൈൻ ബൈ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ലോകത്തിനനുസരിച്ച് പോകുന്നവരുടെ മുമ്പിൽ നമ്മൾ വലിയൊരു വെല്ലുവിളിയായിട്ട്, ഒരു നിരന്തര ഭീഷണിയായിട്ട്, സ്റ്റാൻഡിങ് ത്രെറ്റ് ആൻഡ് കോൺസ്റ്റന്റ് റിബ്യൂക്ക് ആയിട്ടിരിക്കും. ഒരു നിരന്തര ഭീഷണിയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പേടിയാകും. അങ്ങനെ വരുമ്പോൾ ഇയാൾ ഇവിടെ നിന്നാൽ ഓഫീസിലാണേലും കമ്മ്യൂണിറ്റിയിലാണേലും ജീവിക്കുന്നിടത്താണേലും സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ അവരെ തിരസ്കരിക്കപ്പെടും, അവിടുന്ന് പുറന്തള്ളപ്പെടും. അതാണ് നമ്മൾ നന്മ ചെയ്തിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സഹനവും പീഡനവും നമ്മുടെ അവകാശമാണ്. അപ്പം നമ്മൾ തുള്ളിച്ചാടണം. നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഈശോയുടെ കൂടെ ഈശോയുടെ ജീവിതം ജീവിക്കാൻ തയ്യാറായതിന്റെ പേരിൽ കുരിശെ തറച്ചാൽ അവിടെ കിടന്നുകൊണ്ട് നമുക്ക് പറയാം, എല്ലാം പൂർത്തിയായി. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എന്റെ ഓട്ടം പൂർത്തിയാക്കി, ഇതാ കിരീടം സ്വീകരിക്കാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ സാധിക്കും എന്ന് ചുരുക്കത്തിൽ ഒന്നോടി വിശദീകരിച്ചതാ. വല്ലതും തിരിഞ്ഞോ ആവോ? ഏതായാലും ഇനിയും റെക്കോർഡ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പം മറ്റൊക്കെ ഇവർ കാണിച്ചു തരും, പവർ പോയിന്റിൽ കൂടെ എല്ലാം കാണിച്ചു തരുവേ. അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഓടുക. ഞാൻ നേരത്തെ പറഞ്ഞു 3 സമ്മറീസ് ഓഫ് ദ കിങ്ഡം, അത് അവര് പവർ പോയിന്റിൽ കാണിച്ചു തരും. ദ ലോർഡ്സ് പ്രേയർ, കർത്താവ് ഈശോ പറഞ്ഞ് വന്നപ്പോൾ മുതലേ ദൈവരാജ്യം ദൈവരാജ്യം ഇടയ്ക്ക് പറയുമായിരുന്നല്ലോ. ഈ ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉപമകൾ പറഞ്ഞതെല്ലാം ദൈവരാജ്യമായിരുന്നു. ഈശോയുടെ പ്രാർത്ഥന ദൈവരാജ്യമാണ്. അപ്പൊ എന്താ ഈശോയുടെ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ നാടല്ല നമ്മുടെ സ്വന്തം വീട്,
സ്വർഗത്തിലാണ്, പിതാവ് അവിടെ ഉണ്ട്, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ദാരിദ്ര്യാരൂപി. അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഹൃദയശുദ്ധിയുള്ളവർ, വിശുദ്ധി, പ്യുവർ ഇൻ ഹാർട്ട്. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്ന് പറയുമ്പോൾ സമാധാന സ്ഥാപകർ, ദൈവരാജ്യം. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അതിവിടെ നടക്കട്ടെ എന്നുള്ള ശാന്തശീലർ സമർപ്പണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ, ഇന്ന് ദൈവരാജ്യ ശൈലിയിൽ ജീവിക്കാൻ വേണ്ട ഭക്ഷണം എനിക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. കരുണ, എല്ലാം ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കരയുന്നവർ, ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ. പീഡിപ്പിക്കുന്നവര്, രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. അപ്പൊ ആ 8 കാര്യങ്ങളും ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നത് ബിയാറ്റിറ്റ്യൂഡ്സിന്റെ സുവിശേഷ ഭാഗ്യങ്ങളുടെ തന്നെ വേറൊരു സത്തയാണ്. നീ അന്തിമ വചനങ്ങളില്ലേ, കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ വചനങ്ങള് എന്ന് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. തുടക്കം മുതൽ അവസാനം വരെ ഈശോയുടെ കൂടെ സ്വന്തമെന്ന് പറയാവുന്ന, ഒരിക്കലും ഉപേക്ഷിച്ച് പോകാത്ത ഒരമ്മയാണ് ഉണ്ടായിരുന്നത്. ആ അമ്മയെ നമുക്കായി തന്നു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചത് നമുക്കൊക്കെ അമ്മയായിട്ട് അമ്മയെ കൂടെ തന്ന ഈശോ. ദാരിദ്ര്യാരൂപി. പിന്നെ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള കരച്ചില്, ആ കരയുന്നവർ. ശരിക്ക് ആ വ്യക്തിത്വം കുരിശി കിടന്നുകൊണ്ടുള്ള കരച്ചില്, ആ ദൈവവുമായിട്ടുള്ള വേർപാട് ആഴത്തിൽ അനുഭവിച്ചു. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന്. ആ കുരിശെ തറച്ചു കൊന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥനയാണ്. ബോധമില്ലാഞ്ഞിട്ടാ പിതാവേ അവരോട് ക്ഷമിക്കണേ എന്ന് പറയുന്നത്. ശാന്തശീല. പിന്നെ കുരിശെ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു, വിശപ്പും ദാഹവും, അതായത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യയോട് വരുന്നതിന് വേണ്ടിയുള്ള ഈശോയുടെ ദാഹം. പിന്നെ ആ കള്ളനോട് ഇന്ന് നീ എൻ്റെ കൂടെ പരദീസായി. ഇതിനൊക്കെ വലിയൊരു കരുണ എന്നതാ കാണിക്കാനുള്ളത്. അവസാനം വരെ തോന്നിവാസം മാത്രം വഹിച്ച് അതിന് ശിക്ഷ അനുഭവിച്ച മനുഷ്യനോട് ഇന്ന് നീ എൻ്റെ കൂടെ പരദീസായിരുന്നുള്ള കാരുണ്യം. പിന്നെ ഹൃദയശുദ്ധിയോടുകൂടി എന്നും പിതാവിന്റെ ഇഷ്ടം തന്നെ നിറവേറ്റിപ്പോയി അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം കൃത്യമായി നിറവേറ്റിയിട്ട് ആ ദൗത്യം നിറവേറ്റിയ, ഫോക്കസ് തെറ്റാതെ പോയ ഈശോയുടെ ജീവിതം. പിന്നെ സമാധാന സ്ഥാപകൻ. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഈശോ പൂർത്തിയാക്കി, എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ പൂർത്തിയാക്കി. പിന്നെ ഈശോ കുരിശിൽ മരിച്ചത്. അപ്പം ഇതെല്ലാം ഈശോ വന്നപ്പം മുതല് പോകുന്നത് വരെയും ഈ ദൈവരാജ്യം എന്നുള്ള ആശയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഈശോയുടെ നിരന്തര പരിശ്രമമായിരുന്നു. അപ്പം ഈശോയെ നോക്കിയാൽ, ഈശോയുടെ പഠനങ്ങൾ പഠിച്ചാല്, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാല്, ഇത് ഇതൊക്കെ ഇതിന്റെ ആഴങ്ങൾ വെച്ചുകൊണ്ട് ഇനിയും നമ്മൾ പ്രാർത്ഥിക്കാനും ജീവിക്കാനും മരിക്കാനും ഒക്കെ തയ്യാറായി കഴിയുമ്പോഴേക്ക് ശരിക്ക് അങ്ങനെ വരുമ്പോൾ അവനെ എല്ലാവരും നമ്മൾ ആകപ്പാടെ, അയ്യോ ഭാരതത്തിൽ ഇത്രയും വിശുദ്ധരെ, നമ്മളെല്ലാം പൗലോസ്ലീഹാ ലേഖനം എഴുതിയതുപോലെ കൊറിന്തോസിലെ വിശുദ്ധർക്ക്, റോമാസഭയിലെ വിശുദ്ധർക്ക്, എഫേസോസിലെ വിശുദ്ധർക്ക് നമ്മളെല്ലാം ഈശോയെ കർത്താവ് നാഥനായി സ്വീകരിച്ച് നമ്മളെല്ലാം വിശുദ്ധരാണ്. പിന്നെ ബിയാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടും അധ്വാനവും പണം മുടക്കും ഒന്നും വേണ്ടി വരികയില്ല. നമ്മളെല്ലാവരും അങ്ങോട്ട് വിശുദ്ധരാകും. അപ്പോൾ ഈ ഒരു കോഴ്സ് കൂടിയ നമ്മളെല്ലാവരും മറ്റൊരു ഈശോയായി ശരിക്ക് ഈശോയുടെ ആ വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരും. അപ്പം ഏതാണ്ടൊക്കെ തിരിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അവർ പറഞ്ഞു തരും ബാക്കി കാര്യങ്ങൾ കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഈ ദാരിദ്ര്യാരൂപിയുള്ളവർക്ക് ദൈവരാജ്യം, പീഡിപ്പിക്കപ്പെടുന്നവർ ദൈവരാജ്യം. ഇടയ്ക്ക് വന്നതൊക്കെ ഈ ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കിയവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഈ കരയുന്നവരും ശാന്തശീലും പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ഇതിന്റെ അനുഭവമാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ പറഞ്ഞു വെച്ചതെല്ലാം ദൈവരാജ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കർത്താവ് ചെയ്ത ഒരു ഇതാണെന്നൊന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപി നമ്മുടേതാക്കിയാലല്ലാതെ ദൈവരാജ്യം സ്വന്തമാക്കാൻ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ രക്ഷകന്റെ മിഷൻ 91 പറയുന്ന ഒരു വാചകമുണ്ട്.
എ മിഷനറി ഈസ് എ പേഴ്സൺ ഓഫ് ദ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന്. നമ്മൾ മിഷനറി ആകണമെങ്കിൽ നമുക്കറിയാം, മുഹമ്മദ് സമീപ തന്നെ വി ആർ മിഷനറി ഡിസൈപ്പിൾസ്, പ്രേക്ഷിത ശിഷ്യരാണ് നമ്മളെല്ലാവരും. അങ്ങനെ പ്രേക്ഷിത ശിഷ്യരാകണമെങ്കിൽ എ പേഴ്സൺ ഓഫ് ദ ബിയാറ്റിറ്റ്യൂഡ്സ് ആയേ പറ്റൂ. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളുടെ വ്യക്തിത്വമാകാതെ, ഉൾറൻഷിൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ പ്രോഗ്രാം ആക്കി നമ്മുടെ ജീവിത ശൈലിയാക്കാതെ നമുക്ക് ശരിക്കും ഒരു മിഷനറി ആകാൻ, കാണാപ്പാഠം പഠിച്ചാൽ മിഷനറി ആകാൻ പറ്റില്ല. എന്നിട്ട് കാണാപ്പാഠം പഠിക്കണം. പഠിക്കുന്നതൊക്കെ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് വേണ്ട രീതിയിൽ പറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനങ്ങൾ എന്നൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പോഴ് പിന്നെ പറഞ്ഞു വരുന്നുണ്ട്, the world cannot be transfigured and offered to God without the spirit of the beatitudes എന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചില് 775 അത് LG സഭയെ പറ്റിയുള്ള സഭ ആധുനിക ലോകത്തിൽ അതിൽ 31-32 അത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുകയാണ്. അതായത് വിതൗട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ബിയാറ്റിറ്റ്യൂഡ്സ് ഈ ലോകത്തെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് ദൈവരാജ്യമാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് നമ്മുടെ സ്വന്തമാക്കണം. അപ്പോൾ സമ്മിങ് അപ്പായിട്ട് പറഞ്ഞാല് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ദ ന്യൂ കമാൻഡ്മെന്റ് ആൻഡ് ദ ഗ്രേറ്റ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ജീവിത ശൈലി ന്യൂ കമാൻഡ്മെന്റ്. ന്യൂ കമാൻഡ്മെന്റ് എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ കൽപ്പന. എല്ലാവരെയും മരിക്കാൻ തയ്യാറായിക്കൊണ്ട് സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാകുക. ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുക. അതായിരിക്കണം നമ്മുടെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈല്. പിന്നെ നമ്മുടെ മുൻഗണന ലോക സുവിശേഷവൽക്കരണം, ദ ഗ്രേറ്റ് കമ്മീഷൻ. പിന്നെ ബിയാറ്റിറ്റ്യൂഡ്സ് ആയിരിക്കണം നമ്മുടെ പ്രോഗ്രാം ഓഫ് ലൈഫ്. ഉൾറൻഷിൻ പറഞ്ഞില്ലേ, ഇത് നടക്കണമെങ്കിൽ ഇത് നമ്മുടെ പരിപാടി പ്രോഗ്രാം ഓഫ് ലൈഫ് ആകണം. ഇതിനെല്ലാമുള്ള ശക്തി നമുക്ക് പകരുന്നത് ദ യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. ഈശോ ഈ ലോകത്തിലോട്ട് വന്നതും ഇതൊക്കെ പറഞ്ഞതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം ഈശോയെ വിശുദ്ധ കുർബാനയാക്കി നമുക്ക് തരാൻ വേണ്ടി. ഈശോയെ തിന്നുകൊണ്ട് ജീവന്റെ അപ്പം ഭക്ഷിച്ചാൽ നമുക്ക് ദൈവിക ജീവൻ സ്വന്തമാകും. ഈശോ പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. ഈ സമൃദ്ധ ജീവൻ നമുക്കുണ്ടാകുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെ. വിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ജീവിതം നമ്മുടേതായിക്കൊണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെ കാണുന്നവർക്ക് ഈശോയെ കാണാൻ, നമ്മളെ തൊടുന്നവർക്ക് ഈശോയെ സ്പർശിക്കാൻ, നമ്മളെ കേൾക്കുന്നവർക്ക് ഈശോയെ കേൾക്കാൻ എല്ലാം സാധിക്കത്തക്ക രീതിയിൽ ആ ഒരു രൂപാന്തരീകരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ ഈ കോഴ്സും ഈ ദിനങ്ങളും തുടർന്നുള്ള കാലങ്ങളും നമ്മുടെ ബൈബിൾ പഠനവും നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫും സഭാ ജീവിതവും ഒക്കെ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ആമേൻ. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ